ഒരു ദിവസം ഉമ്മയെ ഇഫ്താർ തയ്യാറാക്കാൻ സഹായിക്കുന്നതിനിടയിൽ അയൽവാസിയായ ഫാത്തിമ തളർന്ന സങ്കടത്തോടെ പൂമുഖത്ത് ഇരിക്കുന്നത് അമീറ ശ്രദ്ധിച്ചു. എന്താണ് പറ്റിയതെന്ന് ഫാത്തിമയോട് ചോദിക്കാൻ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. ഇഫ്താറിന് ഒരുക്കാനുള്ള ഭക്ഷണമൊന്നും തന്റെ പക്കലില്ലായിരുന്നുവെന്ന് ഫാത്തിമ വ്യക്തമാക്കി. അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടി കുറച്ച് പലഹാരങ്ങൾ പാത്രത്തിൽ എടുത്ത് ഫാത്തിമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മകൾ അയൽക്കാരന് ഭക്ഷണം കൊണ്ടുപോകുന്നത് കണ്ട് അമീറയുടെ ഉമ്മ അത്ഭുതപ്പെട്ടു. "അമീറ, നീ എന്താണ് ചെയ്യുന്നത്?" അവൾ ചോദിച്ചു. "അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുതെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് എന്ന് അമീറ പറഞ്ഞു. അമീറയുടെ മറുപടിയിൽ അവളുടെ ഉമ്മ അഭിമാനിക്കുകയും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, "നന്നായി പ്രിയേ." അന്നു മുതൽ റമദാനിൽ എല്ലാ ദിവസവും ഫാത്തിമയുമായി ഭക്ഷണം പങ്കിടുന്നത് അമീറയും ഉമ്മയും ഒരു ശീലമാക്കി. ദിവസങ്ങൾ കഴിയുന്തോറും ഫാത്തിമയെ അവരുടെ പ്രവൃത്തികൾ ആഴത്തിൽ സ്പർശിച്ചു. ഒരു ദിവസം അവർ അമീറയുടെയും ഉമ്മയോടും പറഞ്ഞു, "നിങ്ങൾ എനിക്ക് റമദാനിന്റെ യഥാർത്ഥ അർത്ഥം കാണിച്ചു തന്നു. അല്ലാഹു നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ."